സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പ്ലാനുണ്ടോ? കൊള്ളാം. പക്ഷേ ഒരു നിമിഷം, എന്തുകൊണ്ടാണ് മിക്ക പുതിയ സംരംഭങ്ങളും പെട്ടെന്ന് പൂട്ടിപ്പോകുന്നത്? പലപ്പോഴും കാരണം തെറ്റായ ബിസിനസ് മോഡലാണ്. നിങ്ങളുടെ പണവും സമയവും നഷ്ടമാകാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. നമസ്കാരം. ബിസിനസ് വിജയത്തിന് ശരിയായ മോഡൽ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായി 3 മോഡലുകളുണ്ട്: നിർമ്മാണം, മാനുഫാക്ചറിങ്; വ്യാപാരം, ട്രേഡിംഗ്; പിന്നെ സേവനം, സർവീസസ്. ഇവ ഓരോന്നും എന്താണെന്നും നിങ്ങളുടെ ഐഡിയക്കും കയ്യിലെ കാശിനും ഏതാണ് ചേരുന്നതെന്നും നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ശരിയായ തുടക്കം വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിങ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് ശരിയായ ബിസിനസ് മോഡൽ പ്രധാനം? ഒരു ബിസിനസ് മോഡലാണ് നിങ്ങളുടെ സംരംഭത്തിന് അടിത്തറ. തെറ്റായ മോഡൽ നിങ്ങളുടെ പണം, സമയം, അധ്വാനം എല്ലാം പാഴാക്കും. നിങ്ങൾ എന്ത് വിൽക്കുന്നു, ആർക്ക് വിൽക്കുന്നു, എങ്ങനെ പണമുണ്ടാക്കുന്നു എന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റാണിത്. അതുകൊണ്ട് തുടങ്ങും മുമ്പേ ചിന്തിക്കുക. ഒന്നാമത്തെ കാറ്റഗറി നമുക്കൊന്ന് പരിശോധിക്കാം: നിർമ്മാണ മേഖല, മാനുഫാക്ചറിങ് ബിസിനസ്. എന്താണ് നിർമ്മാണ ബിസിനസ്? അതായത് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഉൽപ്പാദന മേഖല എന്നൊക്കെ പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗുണങ്ങൾ: ഈ മേഖലയിൽ ബിസിനസ് തുടങ്ങുന്നവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉൽപ്പന്നത്തിൽ പൂർണ്ണ നിയന്ത്രണം നമുക്കായിരിക്കും. കൂടുതൽ ലാഭസാധ്യതയുള്ളതാണ്. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഇൻവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കണ്ടുപിടിക്കുകയാണെങ്കിൽ ലാഭം വീണ്ടും കൂടും. ദോഷങ്ങളും നോക്കാം നമുക്ക്. വലിയ മുതൽ മുടക്ക് വേണം. വലിയ മുതൽ മുടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 കാറ്റഗറി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് മുതൽ മുടക്ക് കൂടുതലായിരിക്കും. അതിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോഡക്റ്റുകൾക്കനുസരിച്ച്, അതിൻ്റെ സങ്കീർണതകൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നടത്തിപ്പിനും ചിലവ് കൂടുതലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷം. പിന്നെ നമുക്കറിയാലോ, ലാഭം കൂടുന്നിടത്ത് റിസ്ക് കൂടുതലുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ആർക്ക് ചേരുമെന്നുള്ളതാണ്. കയ്യിൽ പണവും ടെക്നിക്കൽ അറിവും ഉള്ളവർക്കാണ് ഈ മേഖല പ്രധാനമായിട്ടും ചേരുന്നത്. കയ്യിൽ പണം എന്നുള്ളത് കൃത്യമായ പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പല ഗവൺമെൻറ് സ്കീമുകളും ബാങ്ക് ലോണുകളും ഒക്കെ നമുക്കിതിന് സഹായത്തിന് കൂട്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങോടെ പോവുകയാണെങ്കിൽ വളരെ നല്ലത്. അതല്ലെങ്കിൽ അത് നമുക്ക് പാരയായും വന്നേക്കാം. ഓക്കെ. രണ്ടാമത്തേത് നമുക്ക് വ്യാപാര മേഖല, അതായത് ട്രേഡിംഗ് ബിസിനസ് എന്നുള്ളതാണ്. എന്താണ് വ്യാപാര ബിസിനസ്? മറ്റുള്ളവർ, ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് വിൽക്കുക എന്നുള്ളതാണ്. അത് പല രീതിയിലുണ്ട്. ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. അതിൻ്റെതായ ഹോൾസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെതായ നമുക്ക് റീറ്റെയിൽ, ഡയറക്റ്റ് ഇതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് B2C, B2B രീതിയിലും ചെയ്യാം, B2Cയിലും ചെയ്യാം. ഗുണങ്ങൾ: കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാമെന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറിയുടെ പ്രത്യേകത. അതുപോലെ എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താനും പറ്റും. ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഉൽപ്പന്നത്തിൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ലാഭവും താരതമ്യേന കുറവാണ്. മാനുഫാക്ചറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറവാണ്. ഇത് ആർക്ക് ചേരുമെന്നുള്ളതാണ്. തുടക്കക്കാർക്കും കുറഞ്ഞ റിസ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് സേവന മേഖല, അതായത് സർവീസ് ബിസിനസ് എന്ന് പറയുന്നത്. എന്താണ് സേവന ബിസിനസ്? നിങ്ങളുടെ കഴിവും സമയവും ഉപയോഗിച്ച് സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇതിലെ ഗുണങ്ങൾ: വളരെ കുറഞ്ഞ മുതൽ മുടക്ക്, വീട്ടിലിരുന്ന് പോലും തുടങ്ങാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ദോഷങ്ങൾ: വരുമാനം നിങ്ങളുടെ കഴിവിനെയും സമയത്തെയും ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് പരിമിതികളും ഉണ്ടാവും. ഇതിൽ ആർക്ക് ചേരും? ഒരു പ്രത്യേക വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറി ചേരുക. എങ്ങനെ ശരിയായ മോഡൽ തിരഞ്ഞെടുക്കാം? കൺഫ്യൂഷനായി കാണും അല്ലേ? നമുക്കൊന്ന് പരിശോധിക്കാം. ഏത് മോഡലാണ് നിങ്ങൾക്ക് നല്ലത്? നിങ്ങളുടെ കഴിവ് ഏതിലാണെന്ന് നോക്കാം. താല്പര്യം
അതുപോലെ കയ്യിലുള്ള പണം. ഇത് മൂന്നും വിലയിരുത്തുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമതായി നിങ്ങളുടെ ഉൽപ്പന്നം അതല്ലെങ്കിൽ സേവനത്തിനോ മാർക്കറ്റിൽ ആവശ്യമുണ്ടോ എന്ന് പഠിക്കുക. നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടെത്തിയ സേവനത്തിനോ അതല്ലെങ്കിൽ ഉൽപ്പന്നത്തിനോ മാർക്കറ്റിൽ ആവശ്യമുണ്ടോ എന്ന് പഠിക്കുക. മൂന്നാമത്തത്, നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുക. തുടക്കക്കാർക്ക് വ്യാപാരമോ സേവനമോ കുറഞ്ഞ മുതൽ മുടക്കിലും റിസ്കിലും തുടങ്ങാൻ നല്ലതാണ്. നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നഷ്ടം ഒഴിവാക്കാൻ ചില പൊതുവായ വഴികൾ കൂടെ പറഞ്ഞുതരാം. ഏത് ബിസിനസ് ആയാലും നഷ്ടം വരാതിരിക്കാൻ മാർക്കറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. കൃത്യമായൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം. അതുപോലെ ചെലവുകൾ നിയന്ത്രിക്കണം. ചെറുതായി തുടങ്ങുക, പതിയെ വളർത്തുക. അടുത്തത്, നിർമ്മാണം, വ്യാപാരം, സേവനം, ഈ 3 മോഡലുകളെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയല്ലോ. ഇതാണ് ബെസ്റ്റ് എന്നൊന്നിനും പറയാനാവില്ല. നിങ്ങളുടെ സാഹചര്യം, കഴിവ്, ലക്ഷ്യം എന്നിവ അനുസരിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. നന്നായി ആലോചിച്ച് തീരുമാനമെടുത്താൽ വിജയം ഉറപ്പാക്കാം, നഷ്ടങ്ങൾ ഒഴിവാക്കാം. ഇതുപോലുള്ള കൂടുതൽ ബിസിനസ് അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് എല്ലാ ആശംസകളും. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. വരും ദിവസങ്ങളിൽ നല്ലൊരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. നാളെ നിങ്ങളുടെ പാഷൻ, താല്പര്യങ്ങൾ എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി മാറ്റാമെന്ന ടോപ്പിക്കിൽ വീഡിയോ വരുന്നു. ഒരുപാട് സർപ്രൈസസ് ആയിട്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.